നമസ്കാരം. സംവിധായകൻ കഥകിൽ മുട്ടിയതും പ്രതിഫലം പോലും തരാതെ വഞ്ചിച്ചതും കാട്ടി പരാതി നൽകിയിട്ടും അമ്മ നേതൃത്വം ഇടപെടാതിരുന്നതിനെ കുറിച്ചുള്ള ദുരനുഭവങ്ങൾ വിവരിച്ചുള്ള നടിയുടെ ഇമെയിൽ. 2006 ഒരു സംവിധായകൻ നിരന്തരം കഥകിൽ മുട്ടിയപ്പോൾ മറ്റൊരു മുറിയിലേക്ക് താമസം മാറിയാണ് രക്ഷപ്പെട്ടതെന്നാണ് ഇമെയിൽ സന്ദേശത്തിൽ നടി ആരോപിക്കുന്നത്. മറ്റു സിനിമകളിൽ പ്രതിഫലം നൽകാതെ വഞ്ചിച്ചതും സംവിധായകനിൽ നിന്നുണ്ടായ മോശം അനുഭവവും ചൂണ്ടിക്കാണിച്ച് 2018 അമ്മ സംഘടനയ്ക്ക് പരാതി നൽകിയിട്ടും പ്രതികരണമോ നടപടിയോ ഉണ്ടായില്ലെന്നും അമ്മ അംഗമായ തനിക്ക് നീതി നിഷേധിക്കപ്പെട്ടുവെന്നും നടി വ്യക്തമാക്കി. വൈകുന്ന നീതി നിഷേധത്തിന് തുല്യമാണെന്നും നടി ഇമെയിലിൽ പറയുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ വിവാദങ്ങൾക്ക് പിന്നാലെ പുതിയ മെയിൽ അയച്ചിട്ടും ഇതുവരെ മറുപടിയില്ലെന്നും നടി മാധ്യമങ്ങളോട് പറഞ്ഞു. അമ്മയ്ക്കുള്ളിലെ നീതി നിഷേധത്തെക്കുറിച്ചാണ് നടി മെയിലിൽ വിശദീകരിക്കുന്നത്. 2006 രാത്രിയിൽ കഥകിൽ മുട്ടിയുള്ള സംവിധായകന്റെ പെരുമാറ്റമുണ്ടായത്. ഇത് 4 ദിവസത്തോളം തുടർന്നുവെന്നും പിന്നീട് സ്വന്തം അമ്മയെ വിവരമറിയിച്ച് റൂം മാറുകയായിരുന്നുവെന്നും നടി പറയുന്നു. ഈ സംഭവത്തിന് പിന്നാലെ സിനിമയിൽ തൻ്റെ ഡയലോഗുകളും സീനുകളും സംവിധായകൻ വെട്ടിക്കുറച്ചു. അന്ന് പരാതി പറയാൻ അമ്മയ്ക്ക് സംവിധാനമില്ലായിരുന്നു. പല പ്രൊഡക്ഷൻ കൺട്രോളർമാരും സിനിമയ്ക്ക് വിളിക്കുമ്പോൾ ആദ്യം ചോദിക്കുന്നത് അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാണോ എന്നാണ്. ഇടയ്ക്ക് സിനിമയിൽ പ്രതിഫലം തരാത്ത വിഷയം പറഞ്ഞപ്പോൾ അമ്മ സെക്രട്ടറി പറഞ്ഞത് പ്രശ്നമാക്കേണ്ടെന്നും കരിയറിനെ ബാധിക്കുമെന്നുമായിരുന്നു. ഇപ്പോഴും പല സിനിമകളിലും പ്രതിഫലം കിട്ടാനുണ്ട്. പ്രശ്നങ്ങൾ ഉയർന്നാൽ അത് ഒതുക്കി തീർക്കാനാണ് ശ്രമിക്കുന്നത്. ഇതിനാൽ പലർക്കും നീതി ലഭിക്കുന്നില്ല. 2018 അയച്ച മെയിലിന് പുറമെ ആഗസ്റ്റ് 20 വീണ്ടും മെയിൽ അയച്ചിട്ടുണ്ട് എന്ന് നടി വ്യക്തമാക്കി. അമ്മ ജനറൽ ബോഡിക്കും പ്രസിഡന്റിനുമാണ് നടി പുതിയ മെയിൽ അയച്ചിരിക്കുന്നത്. ശക്തരോടൊപ്പം ചേർന്ന് നിന്ന് ദുർബലരെ സമ്മർദ്ദത്തിനാക്കാനല്ല അമ്മ സംഘടനയെന്നും നടി തുറന്നടിച്ചു. വിശ്വസ്തയോടെ അസ്വസ്ഥയായ അംഗമെന്ന് പറഞ്ഞാണ് മെയിൽ അവസാനിപ്പിച്ചിരിക്കുന്നത്. ഒന്നിനും ഇപ്പോഴും മറുപടിയില്ല. ഒരു ഘട്ടത്തിൽ പോലും പോസിറ്റീവായ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്ന് നടി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം.